ദൈവം നമ്മളോട് കാലാകാലങ്ങളിൽ അറിയിക്കുന്ന ആലോചനകൾ, ദൂതുകൾ മുന്നോട്ട് ജീവിക്കാൻ ഒരു വല്ലാത്ത നേരത്ത് നമുക്കൊരു ഭയങ്കര പ്രചോദനമാണ് തരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് നമ്മളോട് പറഞ്ഞത് ഭവിക്കുമെന്നുള്ള വലിയൊരു വിശ്വാസം നമ്മുടെ എല്ലാവരുടെയും അകത്തുണ്ട്. ആ വലിയ വിശ്വാസമാണ് സത്യത്തിൽ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നുവെന്നൊക്കെ പറയുവാൻ അപ്പോസ്തലന്മാരെയും പ്രേരിപ്പിച്ചത്. ദൈവത്തിൻ്റെ പൈതലേ, ആത്മാവിൻ്റെ കണ്ണുകളായ ഈ വിശ്വാസം ഉപയോഗിച്ച് മുന്നോട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ശബ്ദം നമ്മുടെ കൂടെ വാഗ്ദത്തങ്ങളുടെ പ്രതിധ്വനികളായി എന്നും ഇങ്ങനെ ഉണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഭവിക്കും എന്നുള്ള നിങ്ങളുടെ വിശ്വാസം അത് സത്യമാണെന്ന് തെളിയും. ദൈവം നിങ്ങളെ ആദരിക്കും. പ്രാർത്ഥനയോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യട്ടെ. അരുളി ചെയ്യപ്പെട്ടത് കാണുവാൻ ഓടാൻ തയ്യാറായിക്കൊള്ളുക. ചിലത് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കർത്താവ് വെളിപ്പെടുത്താൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എല്ലാവർക്കും കർത്താവായ യേശുവിൻ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, ദൂതന്മാരവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. യേശു ജനിച്ചു എന്നുള്ള സന്തോഷ വാർത്ത ദൈവത്തിൻ്റെ ദൂതന്മാർ മുഖാന്തരം വെളിമ്പ്രദേശത്ത് ആടുകളെ കാത്ത് കാവൽ ചെയ്തിരുന്ന ഇടയന്മാരോട് ദൈവദൂതന്മാർ അറിയിച്ചപ്പോൾ അതിനോടുള്ളതായ ഇടയന്മാരുടെ ഒന്നിച്ചുള്ളൊരു പ്രതികരണമാണ് ഈ പ്രസ്തുത തിരുവെഴുത്തിലുള്ളത്. നമ്മളോട് ദൈവദൂതന്മാർ അറിയിച്ചത് ബേത്ലഹേം വരെ ചെന്ന് നമുക്ക് കാണണം. കർത്താവ് നമ്മളോട് അറിയിച്ച ഈ സംഭവം കാണണം. ഒന്നാമത്തെ ഒരു ദൈവിക ആലോചന ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുവാൻ കർത്താവിൻ്റെ ആത്മാവിനോട് ഇങ്ങനെയാണ് പറയുന്നത്. ജീവിതത്തിൻ്റെ ഏത് കൂരിരുൾ നിറഞ്ഞ സാഹചര്യത്തിലായാലും ദൈവം നിന്നോട് പറയുന്ന തൻ്റെ ആലോചനകൾ അത് കാണാനുള്ളതാണ് പിറ്റേന്നുള്ളതായ പുലരികൾ. രാത്രിയെ കീറിമുറിച്ച് മുന്നോട്ട് കേട്ട വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പുറപ്പെടാൻ തയ്യാറാകുന്ന ദൈവത്തിൻ്റെ പൊന്നു പൈതലേ, നിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിന്നെ കാത്തിരിക്കുന്നത് ദുരന്തങ്ങളെ തകിടം മറിച്ച് കളഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ വിടുതലുകളാണ്. ആത്മാവിൽ ഞാൻ വളരെ ശക്തമായിട്ട് ഇന്ന് രാവിലെ നിങ്ങളോട് പ്രവചിച്ചു പറയുന്നു. ഏത് കൂരിരുട്ടത്ത് ദൈവം പറഞ്ഞതായാലും ശരി, പിന്നീടുള്ള പുലരികൾ ദൈവം അരുളി ചെയ്തത് നിനക്കത് കാണിച്ച് തരിക തന്നെ ചെയ്യും. സാഹചര്യങ്ങൾ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ, ജീവിതം പരിപരുത്ത സാഹചര്യത്തിലായിരിക്കുമ്പോൾ തന്നെ, ഒട്ടും ഭേദപ്പെടാത്ത ജീവിതാവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി നല്ലതൊന്ന് ഞാൻ ഒരുക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ കാലം കഴിഞ്ഞിട്ടല്ല ഒരുങ്ങപ്പെടുന്നത്. ദൈവം ഓൾറെഡി ഒരുക്കി വെച്ചതേ നിങ്ങളോട് പറയാറുള്ളൂ. നിങ്ങൾ അതിലേക്ക് ഈ ദിവസങ്ങളിൽ നടന്നെത്തുക തന്നെ ചെയ്യും. ഒരുപക്ഷെ നിൻ്റെ വീട്ടിലിപ്പോൾ ദാരിദ്ര്യവും ഇല്ലായ്മകളുമായിരിക്കും. നിൻ്റെ കയ്യിൽ വലിയ ബാധ്യതകളായിരിക്കും. മുന്നോട്ട് എങ്ങനെ തീർക്കുമെന്നറിയാത്ത സംഘർഷങ്ങളെയും ചോദ്യചിഹ്നങ്ങളെയും നേരിട്ടുണ്ടോ ആയിരിക്കും ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേൾക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി തന്നെ നിങ്ങളോട് പറയുന്നു, നീ കേട്ട വാഗ്ദത്തം കാണാൻ തക്കവിധം ഇറങ്ങി പുറപ്പെട്ടുകൊള്ളുക, ഞാനത് നിൻ്റെ മുമ്പിൽ കാണിക്കും. ആമേൻ. രാത്രിയിലാണ് ഇടയന്മാരോട് ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് ഈ കാര്യം പറയുന്നത്. ചില അനുഗ്രഹങ്ങൾ ഒരുക്കപ്പെട്ട് കഴിയുമ്പോഴേക്കും സാഹചര്യങ്ങൾ പ്രതികൂലമാകും. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതൊരിക്കലും നാം കണി കാണുക പോലും ചെയ്യരുത്. നമ്മളത് അറിയാൻ പോലും പാടില്ല എന്ന നിലയിൽ ദുഷ്ടൻ അതിന് നേരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി ഒരുപക്ഷെ രംഗത്ത് വന്നെന്നിരിക്കും. പക്ഷെ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം, ദുഷ്ടൻ നീ കേൾക്കരുത് എന്നുള്ള നിലയിൽ എത്രമാത്രം ശഠിച്ചാലും ദൈവത്തിൻ്റെ കൃപയിൽ നിനക്ക് വേണ്ടി പിറവിയെടുത്തിരിക്കുന്ന നന്മകളെക്കുറിച്ചുള്ള അറിവ് ഒരു കാരണവശാലും നിൻ്റെ കാതുകളിൽ എത്തരുത് എന്നുള്ള നിലയിൽ സന്തോഷം ജനിപ്പിക്കുന്ന ഏത് വാർത്തയും മൂടിക്കെട്ടിക്കളയാനുള്ള ചില ദുഷ്ട പദ്ധതികൾ പ്രബലമായി ഇരുളിൻ്റെ മറവുകളിൽ ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ ആ ദുഷ്ടപ്രവൃത്തികളെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ദൈവദൂതന്മാരൊരു സംഘം തന്നെ നിനക്ക് വേണ്ടി നിൻ്റെ ജീവിതത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയതിനെ വ്യക്തമായി നിന്നോട് അറിയിച്ചു തരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. കൂരിരുട്ടിൽ ഇറങ്ങി വന്ന് രക്ഷകൻ പിറവിയെടുത്തിരിക്കുന്ന സന്തോഷ വാർത്ത ദൂതന്മാർ മുഖാന്തരം ഇടയന്മാർ അറിഞ്ഞ പോലെ ആരും ഇടപെടാത്ത, ആരും
കടന്നു വരാത്ത, മനുഷ്യരാർക്കും പ്രവർത്തിപ്പാൻ സാഹചര്യമോ സാധ്യതയോ ഇല്ലാത്ത വിധം ദുഷ്ടൻ പഴുതടിച്ച് ക്രിയ ചെയ്ത് വെച്ചിരിക്കുന്ന വല്ലാത്ത ചില ജീവിത പരിസരങ്ങളിലേക്ക് തൻ്റെ ദൂത സൈന്യങ്ങളെ തന്നെ നേരിട്ടിറക്കി നിനക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങളെ അവതരിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേൻ. പിശാച് എത്ര പവർഫുള്ളായിട്ട് പ്രവർത്തിച്ചാലും ദൈവദൂതന്മാരുടെ സൈന്യം തന്നെ നിനക്ക് വേണ്ടി രംഗത്തിറങ്ങും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് അടയാളമോ, പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾക്ക് അടയാളമോ? ശീലകളാൽ പൊതിയപ്പെട്ട ഒരു ശിശു, ശീലകൾ ചുറ്റപ്പെട്ട ഒരു ശിശു. അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുന്ന വലിയ നന്മകൾ, നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവം ഒരുക്കുന്ന വമ്പൻ പദ്ധതികൾ, അതിൻ്റെ അടയാള സഹിതം ഈ ദിവസങ്ങളിൽ ദൈവം അത് വെളിപ്പെടുത്താൻ പോവുകയാണ്. നിനക്ക് വേണ്ടിയാണ് ആ സ്ഥാപനത്തിൽ ആ കാര്യം ഒരുക്കപ്പെടുന്നത്. നിനക്ക് വേണ്ടിയാണ് അടുത്ത രാജ്യത്ത് ഇന്ന പോലെ ഒരു ക്രമീകരണം നടക്കാൻ പോകുന്നത്. ഇതൊക്കെ നിനക്കൊരു അടയാളം തന്നെ ദൈവം നൽകി. ഈ കാര്യം കാണുമ്പോൾ നീ ഒരുങ്ങിക്കൊള്ളണം. ഇന്ന ഇന്ന കാര്യങ്ങൾ നീ വാർത്തയായിട്ട് അറിയുമ്പോൾ നിനക്ക് വേണ്ടി ഞാനത് ചെയ്യുകയായിരിക്കും തുടങ്ങി അടയാളം സഹിതം ചില ദൈവപ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി തന്നെ നിങ്ങളോട് പറയുന്നു. അതായത് ദൈവത്തിൻ്റെ വൻ പദ്ധതി ചില കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു അടയാളം സഹിതം അത് വെളിപ്പെടുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. എനിക്കെൻ്റെ പ്രവാചക ശുശ്രൂഷാ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ളതായ വ്യക്തിപരമായ ആൾക്കാരോട് അടയാള സഹിതം പറഞ്ഞ നിരവധി ആലോചനകൾ നിറവേറിയതിൻ്റെ സന്തോഷങ്ങൾ എനിക്ക് പങ്കുവെക്കാനുണ്ട്. ദൈവം നമുക്ക് അടയാളങ്ങൾ തരും. ആ തരുന്ന അടയാളങ്ങൾ അക്ഷരം പ്രതി മാറ്റമില്ലാതെ സംഭവിക്കുക തന്നെ ചെയ്യും. അടുത്തത് നോക്കൂ, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാകുന്നവന് വേണ്ടി ചില പട്ടണങ്ങളിൽ തന്നെ ദൈവം ചില വലിയ കാര്യങ്ങൾ ക്രമീകരിച്ച് വച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നത്തെ ദൈവിക ദൂത് കേൾക്കുന്ന ചിലരോട് പറയുന്നു, ചില യാത്രകളെ, ചില പുതിയ ജോലിപരമായ കാര്യാദികളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ഒരുക്കി വെക്കുന്നത് ചില പട്ടണങ്ങളുമായുള്ള ബന്ധത്തിൽ ദൈവം അതിനെ ക്രമീകരിക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇറങ്ങിത്തിരിക്കുന്നവർക്കായി ചില പട്ടണങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടും. ചില ദാവീദിൻ്റെ പട്ടണത്തിൽ രക്ഷകൻ പിറന്നു എന്ന് വായിക്കുന്നത് പോലെ പട്ടണങ്ങളുമായി ബന്ധപ്പെട്ട ചില അനുഗ്രഹങ്ങൾ, ചില നഗരങ്ങളിലുള്ള ചില പുതിയ സംവിധാനങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്നെ തരും. നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. അതായത് ദൈവമാണ് ഈ കാര്യങ്ങളുടെ ആസൂത്രകൻ. മാനുഷിക കരങ്ങളല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, മനുഷ്യരല്ല ഈ കാര്യങ്ങളിൽ ഇടപെടുന്നത്. ദൈവം തന്നെ നേരിട്ട് നിങ്ങൾക്ക് വേണ്ടി ഈ കാര്യം ചെയ്യുകയാണ്. കർത്താവ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത് വിജയപഥത്തിലേക്ക് എത്തിക്കുന്ന ചില വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തൊട്ടരികത്ത് വന്ന് നിൽക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവത്തിൻ്റെ മക്കളെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചില നഗരങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഒരുക്കപ്പെടും. ചില പുതിയ വ്യക്തിത്വങ്ങളെ നിങ്ങൾ പരിചയപ്പെടും. നിങ്ങളുടെ ചില ഉപജീവന മാർഗത്തിൻ്റെ പരിഹാരത്തിനായി ചില പുതിയ പുതിയ പാന്താവുകൾ ദൈവം നിങ്ങൾക്ക് തുറന്നു തരും. ചിലതൊക്കെ അറിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, ഇത് മനുഷ്യരായിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ടതല്ല, ദൈവം തന്നെ എനിക്ക് വേണ്ടി നേരിട്ട് ഒരുക്കിയ തൻ്റെ മഹാനുഗ്രഹ പദ്ധതിയായിരുന്നു എന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തും വിധം കർത്താവ് ചില ഉന്നതമായ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി വഴിയും വാതിലും തുറക്കുന്ന വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവപിതാവേ, അവിടുത്തെ പൊന്നോമന പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് കേട്ട ദൈവിക ദൂതുകളുടെ വെളിച്ചത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ദൈവം മുഖാന്തരങ്ങളെ തുറക്കുകയും വഴികളെ വിശാലമാക്കുകയും അവസരങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇന്ന് വഴികളും വാതിലുകളും അടഞ്ഞുപോയതിൽ വേദനിച്ചിരിക്കുന്ന ഒത്തിരി പേർക്ക് വേണ്ടി കർത്താവ് ഈ ദൂത് പ്രകാരം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്തിരിക്കുന്ന വൻകൃപയ്ക്കായിട്ട് സ്തോത്രം. ഞാനിവരെ എൻ്റെ കർത്താവാം യേശുവേ അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയും സമാധാനങ്ങളും സൗഖ്യാനുഗ്രഹങ്ങളും അങ്ങയുടെ മക്കളുടെ മേൽ വാഴട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ടും ഇന്നിവരെ ഉയർത്തുന്നതിനായിട്ടും നന്ദി പറയുന്നു. യേശുവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ ഈ ചില പുതിയ നഗരങ്ങളുമായി ബന്ധപ്പെട്ട് ചില ബിസിനസ് പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നവരോട് ഞാൻ കർത്താവിൻ്റെ ആത്മാവിൽ പറയട്ടെ, നിങ്ങൾ ഈ കാര്യങ്ങൾ രൂപകൽപ്പന ചെയ്തപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഉയർന്നു വന്ന തടസ്സങ്ങളെയെല്ലാം ദൈവം നീക്കം ചെയ്ത് നിങ്ങൾക്ക് ഒരേ സമയം 2 അനുഗ്രഹങ്ങൾ തുറന്നു തരുന്ന ഒരു പുതിയ വഴിയാണ് വെളിപ്പെടാൻ പോകുന്നത്.
കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്തിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് കേട്ട വാഗ്ദത്തങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുക. ശത്രു എത്ര കരുത്തോടെ ബന്ധിപ്പാൻ ഇറങ്ങിയാലും ദൈവദൂതന്മാരുടെ സൈന്യം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി കാര്യങ്ങളെ നേരെയാക്കും. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നേരിൽ കാണാൻ, നമ്മുടെ ശുശ്രൂഷകളിൽ പങ്കുചേരാൻ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയുടെ കോട്ടയത്തെ ആരാധനാ കേന്ദ്രം നിങ്ങൾ വിസിറ്റ് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.